വല്യവേളി കടപ്പുറത്ത് ഇത്തവണയും കടലാമകളെത്തി മുട്ടയിട്ട് തിരികെ കടലിലേക്ക് മടങ്ങി. പക്ഷേ തീരത്ത് പലവിധ പ്രശ്നങ്ങൾ കാരണം നശിച്ചു പോകുമായിരുന്ന ആ മുട്ടയെ സംരക്ഷിച്ച് അവയെ വിരിയിച്ചെടുത്തത് ഇവിടുത്തെ 3 യുവാക്കളാണ്. ഈ ജീവന്റെ തുടുപ്പുകൾ ഇനി മഹാസാഗരത്തിന്റെ ഭാഗമാകും. കടലമ്മയുടെ താരാട്ടുപാട്ടിലലിയാൻ പുറന്തോട് നീക്കി ഇവ പുറത്തെത്തുമ്പോൾ സന്തോഷം കൊണ്ട് മനം നിറയുകയാണ് അഖിൽ ആന്റണിക്കും സ്റ്റെജിൻ തോമസിനും പ്രിൻസ് മാത്യുവിനും. അതിനൊരു കാരണമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് കടലാമകൾ മുട്ടയിടാൻ കൂട്ടത്തോടെ കരയിലെത്തുന്നത്. ഒലിവ് റിഡ്ലി എന്ന ഇനം കടലാമകളായിരുന്നു അത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മൂവരും മുട്ടകൾക്ക് കരയിൽ സംരക്ഷണമൊരുക്കി. ഇതേപോലെ ഒരു ദിവസം നമ്മൾ വരുന്ന സമയത്ത് ഈവനിങ് നമ്മുടെ പള്ളിപ്പെരുന്നാളായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പള്ളിപ്പെരുന്നാളായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം വർണ്ണാഭരണമായ നമ്മുടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമ്മളൊന്ന് വന്ന സമയത്ത് മുട്ടയിടുന്നതായിട്ട് കണ്ടു. മുട്ടയിടുന്ന ഏകദേശം നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ കമ്പക്കെട്ട് നടത്തുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്കറിയായിരുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് മരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു മിസ്കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ കരകയറ്റമാണ്. ഈ സമയത്ത് കരകയറുന്നത് ഏകദേശം ഇപ്പോഴത്തെ ഈ കരകയറ്റം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുട്ട ഇരിക്കുന്നയുടെ എബോല് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 38 ദിവസത്തിനുള്ളിൽ ഈ മുട്ടകൾ ഇവിടെ നിന്ന് ഒലിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ അന്ന് ഞങ്ങൾക്കൊരു 60 ദിവസം എന്ന കാൽക്കുലേഷനാണ് ഉണ്ടായിരുന്നത്. നമുക്ക് 45 ദിവസം അറിയില്ലായിരുന്നു. അപ്പോൾ ഈ 60 ദിവസം എന്ന കാൽക്കുലേഷൻ നോക്കിയപ്പോഴത്തേക്ക് ഈ കരകയറ്റം വരുന്നതും ഈ പറയുന്ന കമ്പക്കെട്ടും കാര്യങ്ങളൊക്കെ ഇതിന് ഇമ്പാക്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ സപ്പോർട്ട് മേടിച്ചു. എന്നൊക്കെ നമ്മുടെ വാർഡ് കൗൺസിലിന് സപ്പോർട്ട് മേടിച്ചു. പിന്നെ അവർ വഴി തന്നെ നമുക്ക് വൈൽഡ് ആൻഡ് ഫോറസ്റ്റിലോട്ട് കണക്ഷൻ കിട്ടി. കോസ്റ്റ് ഗാർഡ്സ് നമ്മൾ വിളിച്ചറിയിച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വലുത് തന്നെയായിരുന്നു. മുട്ടകൾ കണ്ടെത്തിയിടത്തു നിന്നും 100 മീറ്റർ മാറിയാണ് അവ മണലിൽ ഒളിപ്പിച്ചത്. ഇതിനായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കൺസർവേറ്ററായ അജിത്തിനെയാണ് സംഘം ആദ്യം ബന്ധപ്പെട്ടത്. മുൻവർഷങ്ങളിൽ കടലാമയുടെ മുട്ടകൾ തീരത്ത് കണ്ടിരുന്നുവെങ്കിലും അവ തിരയിൽപ്പെട്ട് നശിച്ചിരുന്നു. 108 ജീവന് തിരികെ എടുത്തു. ഇനി അതിനകത്തൊരു 10-12 കൂടി കാണും. തീർച്ചയായിട്ടും വരും തലമുറ ഒരു കാര്യമാണ്, ഒരുപാട് അജ്ഞതയാണ് പറയാം. ഇങ്ങനെ മാറ്റിവെച്ച ആമ മുട്ട വിരിയില്ല, തൊടാൻ പാടില്ല. സത്യം പറയാലോ, ഇതൊന്നും പറഞ്ഞിട്ട് ഇത് ചെയ്യരുത്. ഇതൊക്കെ എക്കോസിസ്റ്റത്തിൽ ആമയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അത് അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ പ്രവർത്തനം. ഞങ്ങളുടെ കൂടെ നമ്മുടെ വനംവകുപ്പിൻ്റെ എല്ലാ അധികാരികളുടെയും സമ്മതത്തോടുകൂടി ഇന്ന് 108 ആമക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ തിരികെ വിട്ടിരിക്കുകയാണ്. 123 മുട്ടകളെയാണ് ഇത്തവണ തിര എടുക്കാതെ രാത്രി ഉറക്കമുളച്ച് സംഘം സംരക്ഷിച്ചത്. ഒടുക്കം കാത്തുകാത്തിരുന്ന് ഓമന മുട്ടകൾ വിരിഞ്ഞു. 108 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം വളരെ കുറേ വർഷങ്ങളായിട്ട് തന്നെ കേരളത്തിൽ ഉള്ള എല്ലാ കോസ്റ്റൽ ഏരിയാസിലും നമ്മളിത് ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു വരുന്നു. കടലാമ സംരക്ഷണം നമ്മുടെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഒരു മറൈൻ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിനകത്തുള്ളൊരു മേജർ റോൾ പ്ലെയറാണ് ഈ കടലാമകളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒലിവ് റിഡ്ലി പോലെ എന്നൊക്കെ പറയുന്നത് വളരെയധികം സംരക്ഷണ പ്രാധാന്യം ഉള്ളതായതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ 1 പ്രൊട്ടക്റ്റഡുമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും നമുക്ക് ആമയുടെ മുട്ട കിട്ടിയിരുന്നു. പക്ഷേ സീസർജ് പോലുള്ള ആ ഒരു പ്രതിഭാസം ഉണ്ടായതുകൊണ്ട് അത് വിരിഞ്ഞില്ല. അപ്പോൾ ആ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കൂടി ഒരു അവയർനെസ് ആൾക്കാർക്കിടയിൽ സൃഷ്ടിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കൊരു ലോക്കൽ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ സപ്പോർട്ട് ഇവിടെ വളരെ നല്ല രീതിയിലുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും നമ്മൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ അവയർനെസ് പോലുള്ള പ്രോഗ്രാംസ് കൂടുതൽ ചെയ്തിട്ട് കൂടുതലായിട്ട് ഇനി വരും വർഷങ്ങളിൽ ഈ പ്രോഗ്രാം കുറേ എക്സ്റ്റൻസീവായിട്ടുള്ള രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടലിൻ്റെ ആവാസ വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇവകളെ സുരക്ഷിതമായി ആഴക്കടലിലേക്ക് എത്തിക്കണം. അതിന് കോസ്റ്റൽ പോലീസും വനം വകുപ്പുമെല്ലാം കട്ട സപ്പോർട്ടുമായി എത്തി. അങ്ങനെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ പതിയെ മണൽപ്പരപ്പിൽ ഇറക്കി വെച്ചു. തലച്ചെത്തുന്ന തിരകൾക്കൊപ്പം പതിയെ അവ ആഴക്കടലിലേക്ക് ഊളിയിട്ടു. ETV ഭാരത്, തിരുവനന്തപുരം.